വേടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. ഞാൻ അയാളെക്കുറിച്ച് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അയാളുടെ ഈ പാട്ടുകളുണ്ടല്ലോ, അയാളുടെ ഈ റാപ്പ് സംഗീത കവിതകൾ, ഗാന കവിതകൾ, അത് കണ്ണൂർ സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും പഠിപ്പിക്കാൻ അയച്ചിരിക്കുന്നു. ഒരു താരതമ്യ പഠനം എന്നുള്ള നിലയ്ക്കാണ്. മൈക്കൽ ജാക്സൺ എന്ന് പേരുള്ള വലിയൊരു പാട്ടുകാരൻ അമേരിക്കയിൽ ലോകപ്രസിദ്ധനാണ്, ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. അയാളുടെ ചില പാട്ടിൻ്റെ ഗാനരചനയും ഈ വേടൻ്റെ ഗാനരചനയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന, താരതമ്യം ചെയ്യുന്ന ഒരു പാഠ്യപദ്ധതി ആ സിലബസിൽ ഉണ്ട്. അത് കേരളത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. വേടനെ പോലെ ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ തമ്പുരാക്കന്മാരെ ചോദ്യം ചെയ്ത ഒരാൾ. വേടൻ ജാതി മതമൊന്നുമില്ല. വേടൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പാട്ടിൽ പറയുന്നത് ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അയാൾ മനുഷ്യനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അയാൾ മനുഷ്യനാണ്. മനുഷ്യനാണെന്ന് പറയുന്ന ചിലർക്ക് സഹിക്കത്തില്ല. മനുഷ്യനാണ്. എങ്ങനെ മനുഷ്യനാകുന്നത്? ഒന്നേ നിങ്ങൾ നായരാവണം, അല്ലെങ്കിൽ ഈഴവനാവണം, അല്ലെങ്കിൽ പുലയനാവണം, അല്ലെങ്കിൽ പറയനാവണം, അല്ലെങ്കിൽ ബ്രാഹ്മണനാവണം. അല്ലാതെ നിങ്ങൾ മനുഷ്യനാവുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ മുസ്ലിം ആവണോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവണോ? അല്ലാതെ നിങ്ങൾ മനുഷ്യനാവുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് മനുഷ്യനാണെന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് മനുഷ്യനാണ് എന്ന് പറയുന്ന വേടനെ എതിർക്കാൻ ഈ നാട്ടിൽ ആളുകളുള്ളത്. ആ സമയത്താണ് കാലിക്കറ്റ് സർവകലാശാല പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തവണ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരാഴ്ചയിൽ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾക്കൊന്നും പഠിക്കണമെന്ന് കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് എല്ലാം വന്നിട്ടുണ്ട്. നേരത്തെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളുണ്ട്. 1 മാസം മുമ്പേ കിട്ടിയിരിക്കുകയാണ് പാഠപുസ്തകങ്ങൾ. നമ്മളൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞ്, കുട്ടികളുടെ പാഠപുസ്തകം എടുത്ത് നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ സർക്കാർ പറയുന്നത് ആദ്യത്തെ കുറേ ദിവസങ്ങൾ നിങ്ങളിത് പഠിക്കുകയും വേണ്ട. എന്ത് സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? എന്നാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. MDMA ഉപയോഗിക്കാൻ പാടില്ല, ഈ മാരക ലഹരികൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ നല്ല ജീവിതം എങ്ങനെയായിരിക്കണം, സത്യം പറയണം, അത് ട്രാഫിക് നിയമങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനൊക്കെ സംബന്ധിക്കുന്ന വലിയ വലിയ പരിചയസമ്പന്നരായ ആളുകൾ കൊണ്ട് നടത്തിപ്പിക്കുന്ന ചില ഉദ്ബോധനങ്ങൾ, അത് നമ്മുടെ നാട്ടിൽ ഒരു പുതിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 4 മണിക്കൂർ നേരത്തെ സ്കൂൾ ആരംഭിക്കും എന്നുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയല്ല. ഞാൻ പോയിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും രാവിലെ 8 മണിക്ക് മുമ്പേ തന്നെ ക്ലാസ് ആരംഭിക്കും. ഉച്ചവരെ ക്ലാസ് ഉണ്ട്. കാര്യം വെച്ചാൽ ക്ലൈമറ്റ് അങ്ങനെയാണ്. ഭയങ്കര തണുപ്പ് അല്ലെങ്കിൽ ഭയങ്കര ചൂട്, ഇതാണ് അവിടുത്തെ ക്ലൈമറ്റ്. അതുകൊണ്ട് അതിരാവിലെ തന്നെ തുടങ്ങും. ഇന്ത്യയുടെ ഒരു വലിയ പ്രത്യേകത കുട്ടികൾക്കറിയാമല്ലോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഒരൊറ്റ സമയം മാത്രമേ നമുക്കുള്ളൂ. അതേസമയം നമ്മുടെ നാടെങ്ങനെയാണ് വളരെ വിശാലമായ നാടാണ്. അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ ആസാം അല്ലെങ്കിൽ മണിപ്പൂർ, നാഗാലാൻഡ് എന്നൊക്കെ പറയുന്നത് അങ്ങ് കിഴക്കേ അറ്റത്ത് കിടക്കുന്നതാണ്. അതേസമയം ഗുജറാത്ത്, രാജസ്ഥാൻ എന്നൊക്കെ പറയുന്നത് അങ്ങ് പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരൊറ്റ സമയം മാത്രമേ ഉള്ളൂ. റഷ്യയിലെ പോലെയോ അമേരിക്കയെ പോലെയോ ഓരോ പ്രവിശ്യയിലും, ചൈനയിലെ പോലെയോ ഓരോ പ്രവിശ്യയിലും പ്രത്യേക സമയം നമുക്ക് ഇല്ല. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അരുണാചൽ പ്രദേശിൽ രാവിലെ 4 മണിക്ക് സൂര്യൻ ഉദിക്കും. രാജസ്ഥാനിലാണെങ്കിൽ രാത്രി 8 മണിക്ക് സൂര്യൻ അസ്തമിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ സമയം കൃത്യമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വളരെ വൈകിയേ ഒക്കൂ സൂര്യൻ അസ്തമിക്കാൻ സാധിക്കുള്ളൂ. കാര്യം സമയവ്യത്യാസം ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ സമയവ്യത്യാസം ഇല്ലാത്ത ഈ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ അതിരാവിലെ തന്നെ ആരംഭിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത് 15 മിനിറ്റ് മാത്രം നേരത്തെ സ്കൂൾ ആരംഭിക്കും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ട് പറയുന്നത്. അപ്പോഴത്തെ നമ്മുടെ മതക്കാരെല്ലാം കൂടെ വന്നിരിക്കുകയാണ്. അത് ഞങ്ങളുടെ മതപഠനത്തെ ബാധിക്കും എന്നാണ് പറയുന്നത്. വേറെ സംസ്ഥാനങ്ങളിൽ ഈ മതം ഇല്ലയോ? ഇനി 15 മിനിറ്റ് നേരത്തെ ആരംഭിച്ചാൽ തകർന്നു പോകാവുന്നതാണോ ആ മതം എന്ന് പറയുന്നത്? തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ സർക്കാരിന് ആകെ കൃത്യമായ നിലപാടില്ലെന്നാണ് പറയുന്നത്. സർക്കാർ പറയുന്നത് കടുംപിടുത്തമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ മതങ്ങളെ പേടിക്കാണ് സർക്കാരിന്. ഒരു സെക്യുലർ ഗവൺമെന്റ് എന്തിനാ ഈ മതങ്ങളെ പേടിക്കുന്നത്? എന്തായാലും 2ാമത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട് മാറ്റുന്ന കാര്യം ആലോചിക്കുന്നില്ല. അത്രയും സന്തോഷം. മാറ്റുന്ന കാര്യം ആലോചിക്കുന്നില്ല. നേരത്തെ പറയുന്നതിനല്ല, കടുംപിടുത്തം ഇല്ല, വേണമെങ്കിൽ അല്ലാതെ ഇത് നടത്താം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ തന്നെ ഈ ഡോക്ടറാവണം, അതുപോലെ തന്നെ എഞ്ചിനീയർ ആകണം തുടങ്ങിയിട്ടുള്ള ചിന്തകൾക്ക് പകരമായിട്ട് അധ്യാപികമാരാകണം തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു.